അമേരിക്കൻ സർക്കാർ ഭാഗികമായി അടച്ചിടേണ്ടി വന്നിരിക്കുകയാണ്. 2026 ബഡ്ജറ്റ് പാസാക്കാൻ കോൺഗ്രസിന് സമയം കഴിഞ്ഞിട്ടും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഫെഡറൽ ഫണ്ടിങ്ങിൽ താൽക്കാലികമായി മുടക്കം സംഭവിച്ചു. എന്നാൽ ഈ അടച്ചിടൽ അധികനാൾ നീണ്ടു നിൽക്കില്ലെന്ന സൂചനയുണ്ട്. അടുത്തയാഴ്ച ആദ്യം ഹൗസ് ഒരു ധനകാര്യ കരാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡെമോക്രാറ്റുകൾക്ക് മിനിയാപോളിസിൽ 2 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതിൽ വലിയ അതൃപ്തിയുണ്ട്. ഫെഡറൽ ഇമിഗ്രേഷൻ ഏജന്റുമാരാണ് അവരെ കൊന്നത്. ഈ സംഭവം കാരണം ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിനുള്ള ഫണ്ടിംഗ് ചർച്ചകൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിനുള്ള ഫണ്ടിംഗ് ബിൽ വീണ്ടും എഴുതണമെന്നാണ് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുന്നത്. ഫെഡറൽ ഏജന്റുമാരുടെ പെരുമാറ്റത്തിൽ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ അവർ ഡിപ്പാർട്ട്മെന്റിന് പണം നൽകൂ. ഗുഡ്, പ്രെറ്റി എന്നിവരുടെ മരണങ്ങൾ ട്രംപ് മിനിയാപോളിസിലേക്ക് അയച്ച ഇമിഗ്രേഷൻ ഏജന്റുമാരുടെ വർധനവിനിടയിലാണ് സംഭവിച്ചത്. സമയം കഴിഞ്ഞിട്ടും ഒരു കരാറും ഉണ്ടാക്കാത്തതിനാൽ അത്യാവശ്യമല്ലാത്ത പല സർക്കാർ ജോലികളും നിർത്തിവെക്കും. കോൺഗ്രസ് ഒരു താൽക്കാലിക അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള ഫണ്ടിംഗ് നടപടി അംഗീകരിക്കുന്നതുവരെ ഇത് തുടരും. ഹൗസ് വീണ്ടും ചേരുമ്പോൾ സെനറ്റ് അംഗീകരിച്ച കരാറിന് ആവശ്യമായ പിന്തുണ നേടാൻ എംപിമാർ ശ്രമിച്ചുകൊണ്ടിരിക്കും. സെനറ്റ് ഡെമോക്രാറ്റിക് മൈനോറിറ്റി വിപ്പ് ഡിക് ഡർബിൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: മയക്കുമരുന്ന് കടത്തുകാരെയും കുട്ടികളെ വേട്ടയാടുന്നവരെയും മനുഷ്യക്കടത്തുകാരെയും പിടികൂടുന്നതിന് പകരം ട്രംപ് ഭരണകൂടം വിലപ്പെട്ട വിഭവങ്ങൾ ചിക്കാഗോയിലും മിനിയാപോളിസിലും സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ ലക്ഷ്യമിട്ട് പാഴാക്കുകയാണ്. ഈ ഭരണകൂടം അമേരിക്കക്കാരെ കൂടുതൽ സുരക്ഷിതരാക്കുന്നില്ല എന്നാണ്. ഏകദേശം 3/4 ഫെഡറൽ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, പ്രതിരോധം എന്നിവ കൈകാര്യം ചെയ്യുന്ന ഏജൻസികൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളിൽ അടച്ചിടൽ നടപടികൾ ഉണ്ടാകാം. ഫെഡറൽ ഡിപ്പാർട്ട്മെന്റുകൾ രാത്രിയോടെ അടച്ചിടൽ പദ്ധതികൾ നടപ്പാക്കാൻ തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നിരുന്നാലും ഇരു പാർട്ടികളിലെയും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് സെനറ്റിന്റെ സമീപകാല നടപടി കാരണം ഇത് ഒരു ചെറിയ തടസ്സം മാത്രമായിരിക്കും, നീണ്ടു നിൽക്കുന്ന അടച്ചിടൽ ഉണ്ടാകില്ല എന്നാണ്. ഹൗസ് അടുത്ത ആഴ്ച ആദ്യം പാക്കേജ് അംഗീകരിക്കുകയാണെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഫണ്ടിംഗ് പുനഃസ്ഥാപിക്കാൻ കഴിയും. ഇത് സർക്കാർ സേവനങ്ങൾക്കും കരാറുകാർക്കും ഫെഡറൽ ജീവനക്കാർക്കും ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കും. എന്നാൽ അടച്ചിടൽ നീണ്ടുപോയാൽ ലക്ഷക്കണക്കിന് ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളമില്ലാത്ത അവധിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫണ്ട് പുനഃസ്ഥാപിക്കുന്നതുവരെ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും. വെള്ളിയാഴ്ച വൈകുന്നേരം മിക്ക ഫെഡറൽ ഏജൻസികൾക്കും സെപ്റ്റംബർ വരെ ധനസഹായം നൽകുന്ന 5 ഫണ്ടിംഗ് ബില്ലുകൾ സെനറ്റ് പാസാക്കി. കൂടാതെ ഇമിഗ്രേഷൻ നടപ്പാക്കൽ സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നതിനിടയിൽ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിനെ 2 ആഴ്ചയെങ്കിലും പ്രവർത്തനക്ഷമമാക്കാൻ ഒരു താൽക്കാലിക കരാറും അംഗീകരിച്ചു. സമയം കഴിഞ്ഞപ്പോൾ ഹൗസ് സമ്മേളിച്ചിരുന്നില്ല. തിങ്കളാഴ്ച വരെ അത് തിരിച്ചെത്താൻ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെനറ്റ് അംഗീകരിച്ച കരാറിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൗസ് വേഗത്തിൽ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ട്രംപ് 2ാമത്തെ തവണ അധികാരത്തിലെത്തിയതിനു ശേഷം ഇത് 2ാമത്തെ അടച്ചിടലാണ്. കഴിഞ്ഞ ശരത്കാലത്തിൽ 1 മാസത്തിലേറെ നീണ്ടുനിന്ന അടച്ചിടൽ കാരണം ഫെഡറൽ സേവനങ്ങൾ നിർത്തിവെച്ചിരുന്നു. ഈ നീണ്ട അടച്ചിടൽ ഒഴിവാക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്.